ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വണ്ടിയുടെ റിവ്യൂ അല്ല, അതിന് പകരം വണ്ടിയുടെ ഷോറൂമിൻ്റെ ഒരു ഡീറ്റെയിൽ വ്യൂ ആണ്. അത് മറ്റൊന്നുമല്ല, പത്തനംതിട്ടയിൽ ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള R3 മോട്ടോഴ്സ്, റോയൽ എൻഫീൽഡിൻ്റെ R3 മോട്ടോഴ്സിൻ്റെ ഡീറ്റെയിൽ വ്യൂ ആണ്. നമുക്കിനി ഇതിൻ്റെ അകവശം ഒന്ന് കയറി നോക്കാം. ഇവർക്ക് തന്നെ 2 ഷോറൂമുണ്ട്, ഒന്ന് റാന്നിയിലും ഉണ്ട്, അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഉണ്ട്. ഇത് പത്തനംതിട്ടയിൽ മൈലപ്ര പള്ളിപ്പടിയിലുള്ള ഷോറൂമാണ്. നമുക്കിനി ഇവിടുത്തെ വണ്ടികൾ ഓരോന്നായിട്ടൊന്ന് നോക്കാം, ഏതൊക്കെയാണ് ഉള്ളതെന്നും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ അകത്തോട്ട് കയറി ചെന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐ ക്യാച്ചിങ് ആയിട്ട് തോന്നുന്ന മറ്റൊരു വണ്ടിയുമല്ല, അത് കോണ്ടിനെൻ്റൽ GT 650, അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്റർ 650 ആയിരുന്നു. 2 വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം ഓൾമോസ്റ്റ് സിമിലറായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ടാങ്കിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ സീറ്റിൻ്റെ ഷേപ്പിലും ഒക്കെ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് രണ്ടിലും. ഇത് വരുമ്പോൾ നമുക്ക് ടാങ്കിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം ഇൻഡിസെപ്റ്റർ പോലെ സീറ്റ് മാറും. ഇതാണ് GTയുടെ മീറ്റർ കൺസോൾ. വളരെ കംഫർട്ടബിളായിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ് GTയിലും അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്ററിലും വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പവർ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഒരു രക്ഷയുമില്ല, നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ് ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അടുത്തായിട്ട് നമുക്കിനി മെറ്റിയോർ 350യുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സൂപ്പർനോവ ഇതുമ്പോൾ വരുമ്പോൾ 350cc ആണ്. പിന്നെ വരുമ്പോൾ ഇത് അലോയാണ് വണ്ടി വരുന്നത്. ഇതിൻ്റെ മീറ്റർ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. നാവിഗേഷൻ്റെ നമുക്ക് റൂട്ട് അറിയില്ലെങ്കിൽ ഗൂഗിളായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമുക്ക് നാവിഗേഷൻ എല്ലാം അറിയാൻ പറ്റും. അടുത്തായിട്ടുള്ള ഹിമാലയനാണ്. ഹിമാലയനെ പറ്റി ഞാൻ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സർവീസ് സൈഡിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം, എങ്ങനെയാണ്, കസ്റ്റമർ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കസ്റ്റമർ വാച്ചിലാണ് നമ്മുടെ സ്പെയർ പാർട്സ്. ഇവിടുത്തെ സ്പെയർ പാർട്സ് നമുക്ക് കസ്റ്റമറിന് തന്നെ ഡയറക്റ്റായിട്ട് കാണാനുണ്ട്. നിങ്ങളുടെ വണ്ടിയുടെ സ്പെയർ ഏതൊക്കെയാണ് മാറുന്നത്, ബാക്കിയുള്ള ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ വിളിച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളൊരു കസ്റ്റമർ അത്രയും കൂടെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് പരാതി നാളെ വരാൻ പാടില്ല, സ്പെയർ പാർട്സ് മാറിയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും രീതിയിൽ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സർവീസ് മാനേജറൊക്കെയാണ്. നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അന്നേരം തന്നെ അത് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത് കാണിക്കും. മാക്സിമം കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ കസ്റ്റമർ വാച്ച്. ഇതാണ് ഇവരുടെ കസ്റ്റമർ ലോഞ്ച്. ഇവിടെ 24/7 വൈഫൈയും TV-യും AC-യും എല്ലാം ഉണ്ട്. വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർവീസ് സെക്ഷനാണ് നമ്മളിപ്പം കണ്ടത്. ഇവിടുന്ന് നോക്കുമ്പം തന്നെ നമുക്ക് വണ്ടി സർവീസ് ചെയ്യുന്ന എല്ലാം ഡീറ്റെയിൽ